ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ, ഇത് നമുക്ക് കുറച്ച് ഫ്ലുവൻസി ടെസ്റ്റ് നോക്കാം. ഓക്കെ, അതായത് ഡെയിലി നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുണ്ടോ ഇല്ല, ഉണ്ടായിരുന്നോ, നാളെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, നിന്റെ അടുത്ത് എക്സ്ട്രാ പെൻ ഉണ്ടോ? നമുക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ഫ്രണ്ടിന്, ഡു യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ അല്ലെ? ഡു യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ? ഈസിയാണ്. അപ്പോൾ ആളെങ്ങനെ ആയിരിക്കും മറുപടി പറയുന്നത്? ഐ ഹാവ് ആൻ എക്സ്ട്രാ പെൻ. എന്റെ അടുത്ത് എക്സ്ട്രാ പെൻ ഉണ്ട്. ഐ ഹാവ് ആൻ എക്സ്ട്രാ പെൻ. നെക്സ്റ്റ് വൺ, അവന്റെ അടുത്ത് എക്സ്ട്രാ പെൻ ഉണ്ടോ? അതെങ്ങനെയാ ചോദിക്കുക? ഡസ് ഹി ഹാവ് ആൻ എക്സ്ട്രാ പെൻ? ഡസ് ഹി ഹാവ് ആൻ എക്സ്ട്രാ പെൻ? നെക്സ്റ്റ് വൺ, അവന്റെ അടുത്ത് എക്സ്ട്രാ പെൻ ഇല്ല. ഹി ഡസൻ ഹാവ്. നോ, ഹി ഡസൻ ഹാവ് ആൻ എക്സ്ട്രാ പെൻ. ഹി ഡസൻ ഹാവ് ആൻ എക്സ്ട്രാ പെൻ. ഫിഫ്ത് വൺ, നിനക്ക് നാളെ മുൻകൂട്ടി നിശ്ചയിച്ച മീറ്റിംഗ് ഉണ്ടോ? ഡു യു ഹാവ് ആൻ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ? ഡു യു ഹാവ് എ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ? നെക്സ്റ്റ് വൺ, എനിക്ക് നാളെ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു മീറ്റിംഗ് ഉണ്ട്. ഐ ഹാവ് എ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ. ഐ ഹാവ് എ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ. സെവൻത് വൺ, മാത്സിന് നാളെ മുൻകൂട്ടി നിശ്ചയിച്ച മീറ്റിംഗ് ഉണ്ടോ? ഡസ് മാത്സിൻ ഹാവ് എ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ? ഡസ് മാത്സിൻ ഹാവ് എ സ്കെഡ്യൂൾഡ് മീറ്റിംഗ് ടുമാറോ? നയൻത് വൺ, നിനക്ക് പഠിപ്പിക്കുന്നതിൽ പരിചയമുണ്ടോ? ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്? ഡു യു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്? എനിക്ക് പഠിപ്പിക്കുന്നതിൽ പരിചയം ഉണ്ട്. ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. ലെവൻത് വൺ, അവൾക്ക് പഠിപ്പിക്കുന്നതിൽ പരിചയമുണ്ടോ? ഡസ് ഷീ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്? ഡസ് ഷീ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. നെക്സ്റ്റ് വൺ, അവർക്ക് പഠിപ്പിക്കുന്നതിൽ പരിചയം ഉണ്ട്. ഷീ ഹാസ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. ഷീ ഹാസ് എക്സ്പീരിയൻസ് ഇൻ ടീച്ചിങ്. 13th, നമ്മുടെ അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട വസ്തുക്കളുണ്ടോ? ഡു വി ഹാവ് ദി ഇൻഗ്രീഡിയൻസ് ടു മേക്ക് കേക്ക്? ഡു വി ഹാവ് ഇൻഗ്രീഡിയൻസ് ടു മേക്ക് എ കേക്ക്? അല്ലെങ്കിൽ ബേക്ക് എ കേക്ക്. കേക്ക് സാധാരണ ബേക്ക് ചെയ്യാറാണല്ലോ, അപ്പം ബേക്ക് എ കേക്കോ അല്ലെങ്കിൽ മേക്ക് എ കേക്കോ എന്നും പറയാം. ഓക്കെ. 14th വൺ, നമ്മുടെ അടുത്ത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട വസ്തുക്കൾ ഉണ്ട്. വി ഹാവ് ദ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് എ കേക്ക്. വി ഹാവ് ദ ഇൻഗ്രീഡിയൻസ് ടു മേക്ക് എ കേക്ക്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അവിടെയാണ് നമുക്ക് നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ടുള്ള ഹാവ് ബീനും ഹാസ് ബീനും യൂസ് ചെയ്യുന്നത്. അതായത് മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം സ്റ്റിൽ പ്രസന്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഹാവ് ബീനും ഹാസ് ബീനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഹി ഷീ ഇറ്റിന്റെ ഒക്കെ കൂടെ ഹാസ് ബീനും മറ്റുള്ള ഐ യു ദേവിന്റെ ഒക്കെ കൂടെ ഹാവ് ബീനും ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഇത് രണ്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം? ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. ഹാവ് യു ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours? 2 മണിക്കൂറായിട്ട് നിങ്ങൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് 2 മണിക്കൂറായിട്ട് നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നേരത്തെ സ്റ്റാർട്ട് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അർത്ഥം അവിടെ ഉണ്ട് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഐ ഹാവ് ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ, ഐ ഹാവൻ ബീൻ പ്ലേയിങ് ഫുട്ബോൾ ഫോർ 2 hours. ഞാൻ 2 മണിക്കൂറായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയല്ല. അവിടെ ഹാവ് യു ബീൻ എന്നാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? ഹാവ് യു ബീൻ ആണ്. യുവിന്റെ കൂടെ ഹാവ്. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ഹാവ് ദേ ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 hours? അവര് 3 മണിക്കൂറായിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണോ? യെസ്, ദേ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 hours. നോ, ദേ ഹാവൻ ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ് ഫോർ 3 hours. നെക്സ്റ്റ് എക്സാമ്പിൾ ശ്രദ്ധിച്ചേ. ഹാസ് ഷീ ബീൻ, ഷീ ആണ്, അതുകൊണ്ട് ഹാസ് ആണ് വന്നത്. ഓക്കെ, ഹാസ് ഷീ ബീൻ പ്രിപ്പയറിംഗ് ഫുഡ് ഇൻ ദി കിച്ചൺ സിൻസ് 9 o'clock? 9 മണി മുതൽ അവള് കിച്ചണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ? യെസ്, ഷീ ഹാസ് ബീൻ പ്രിപ്പയറിംഗ് ഫുഡ് ഇൻ ദി കിച്ചൺ സിൻസ് 9 o'clock. No, she hasn't been preparing food in the kitchen 9 o'clock. Next one. Has he been teaching English since 2017? 2017 മുതൽ അവൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണോ? യെസ്, he has been teaching English since 2017. No, he hasn't been teaching English since 2017. Okay? ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.